നമ്മൾ ഓറിയന്റേഷൻ സെഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ഓറിയന്റേഷൻ സെഷന്റെ ഇന്ന് നമ്മൾ നിരവധി സെഷനിലൂടെ കടന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് റോഡ് ടു സക്സസ് എന്ന് പറയുന്ന ഒരു സെഷൻ. ഈ സെഷന്റെ നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻട്രോയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേരത് വായിച്ചു നോക്കി എന്നുള്ളത് നമുക്കറിയില്ല. എന്നിരുന്നാലും അതിനൊരു ആമുഖം എന്ന രീതിയിൽ ഈ സെഷനെ കുറിച്ച് എന്താണെന്നുള്ള ഒരു ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങളിലൂടെ ഇന്നത്തെ ഒരു സെഷൻ നമ്മുടെ കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഈ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് വിഭാഗത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്ത് തരുന്ന മെയിൻ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ സെഷന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ BBA ചൂസ് ചെയ്തവരുണ്ട്, BCom ചൂസ് ചെയ്തവരുണ്ട്, MBA ചൂസ് ചെയ്തവരുണ്ട്, MCom ചൂസ് ചെയ്തവരുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഈ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ പലരും ഒട്ടുമിക്ക പേരും ഒരു ഗോളോട് കൂടിയിട്ടായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഒന്നുകിൽ തുടർ പഠനം, അല്ലെങ്കിൽ കരിയർ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കരിയറിന് അവർക്ക് ഒരു കരിയറിൽ ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ഈ പർട്ടിക്കുലർ കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ചില കുട്ടികൾക്ക് മേ ബി ക്ലിയർ കട്ടായിട്ടൊരു ഐഡിയോ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും അവർക്ക് ഓൾറെഡി അവരുടെ ലക്ഷ്യം തീരുമാനിച്ചു വെച്ചിട്ടുള്ള കുട്ടികളായിക്കോട്ടെ, അവർക്കും അറിയാനാകാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ പർട്ടിക്കുലർ ഏരിയനെ കുറിച്ചിട്ടൊന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ ചിലർക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇന്നത്തെ സെഷനിൽ നമുക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ, നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഉപരിപഠന സാധ്യതകളായിക്കോട്ടെ, ജോലി സാധ്യതകളായിക്കോട്ടെ, ഇത്രയും കാര്യങ്ങൾ കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീൽഡിൽ വരുന്ന ഉപരിപഠന സാധ്യതകളും ജോലി സാധ്യതകളെ കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ സെഷൻ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ സെഷന് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മളുടെ കൂടെ ഉള്ളത് സോബിത് സാറാണ്. നമ്മുടെ ലേൺ വയസ്സിൽ തന്നെ സോബിത് സാറ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സോബിത് സാറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഈ സോബിത് സാർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലേൺ വയസ്സിലെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീൽഡിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ള അനന്തമായിട്ടുള്ള സാധ്യതകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ സോബിത് സാറിനേക്കാളും മേ ബി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം അദ്ദേഹം കൊമേഴ്സ്, എക്കണോമിക്സ് എന്ന് പറയുന്ന രണ്ട് സ്ട്രീമിലും മാസ്റ്റേഴ്സ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനോടൊപ്പം തന്നെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ തീസിസ് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ബെനറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ കറന്റ് അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിനു മുമ്പ് നമ്മുടെ BCM കോളേജ് കോട്ടയം, അതുപോലെ തന്നെ ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അവിടെയൊക്കെ അദ്ദേഹം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ തന്നെ അസാപ്പ് എന്ന് പറയുന്ന വിങ്ങില് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്ക് ജോലി സാധ്യതകളെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഉപരിപഠനത്തിനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ നല്ല പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ആഴത്തിൽ അറിവുള്ളൊരു വ്യക്തി കൂടിയാണ് സോബിത് സാറ്. ഇന്നത്തെ സെഷൻ നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. നിങ്ങൾക്ക് ഇന്ന് ഉപകാരപ്പെട്ടില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സെഷനാണ് ഇന്നത്തെ സെഷൻ. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് പരമാവധി നോക്കുക. ഇന്നത്തെ സെഷനിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനെയും, എല്ലാ ലേണേഴ്സിനെയും ഞാൻ ഈ സെഷനിലോട്ട് വെൽക്കം ചെയ്യണം. അതിനോടൊപ്പം തന്നെ സോബിത് സാറിന് ഇനി നിങ്ങളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള റോഡ്, സക്സസിലേക്കുള്ള റോഡ് നിങ്ങൾക്ക് കാട്ടിത്തരാനായിട്ട്, വഴി കാണിച്ചു തരാനായിട്ട് സോബിത് സാറിനെ ഞാൻ ഈ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു സോബിത് സാർ. Thank you, Ragi ma'am, for the beautiful introduction. മാഡം ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ തന്നെ എൻ്റെ പേര് ശോഭിത് എന്നാണ്. ഞാൻ കറന്റ് ബെനറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലേൺ വൈസിലെ കൊമേഴ്സ് മാനേജ്മെന്റ് ഏരിയയിലും ഒരു ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ബേസിക്കലി ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൊമേഴ്സ്
മാനേജ്മെന്റ് ഏരിയയിൽ നമുക്ക് കിട്ടാവുന്ന തുടർന്നുള്ള ഉപരിപഠന സാധ്യതകൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എങ്ങനെ ബെറ്റർ ആയിട്ടുള്ള കരിയർ പ്ലാൻ ചെയ്യാം, ആ ഒരു തുടർച്ചയായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താം, കരിയർ അഡ്വാൻസ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി സമയം കളയാതെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമുക്കൊന്ന് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ എൻ്റെ ഡിസ്കഷൻ ബേസിക്കലി 25 മിനിറ്റ്സിൽ മാക്സിമം ലിമിറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആംബിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്. സോ most welcome if you are having more questions. So if you are having questions, we can discuss it further. Otherwise, we will end the discussion in the next 25 or 30 minutes. Okay. So basically the roadmap എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, നമ്മൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ BCom അല്ലെങ്കിൽ MCom അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ MBA, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഒരു റെഗുലർ കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷേ യു മൈറ്റ് ബി ഹാവിംഗ് ഡിഫറെന്റ് കൺസ്ട്രെയിൻസ്. ദാറ്റ് ഇസ് ദ റീസൺ വൈ യു വുഡ് ഹാവ് ബീൻ ചൂസൺ ദ IGNOU ഫോർ ദ സെയിം, റൈറ്റ്? സോ ഇപ്പൊ നിങ്ങൾ IGNOയിൽ ഈ കോഴ്സ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്ന കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഫിനാൻസ് ആയിരിക്കാം, ചിലപ്പോൾ ടൈം ആയിരിക്കാം. ചില ആൾക്കാർക്ക് ഫൈനാൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമായിരിക്കും, കറന്റ് ഒരു ജോബ് ഉണ്ടായിരിക്കും, അപ്പൊ അതിൽ ഫെർദർ ആയിട്ട് ചെയ്യണമായിരിക്കും. അപ്പൊ ഈ രണ്ട് കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാരും IGNOയിലേക്ക് കോഴ്സ് എടുക്കുന്നത്. ഇനിയും ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, എസ്പെഷ്യലി കൊമേഴ്സ് പ്രോഗ്രാംസ് ചെയ്യുന്നവർക്ക്. കാരണം കൊമേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നവർ കുറച്ചധികം ആൾക്കാർ പ്രൊഫഷണൽ കോഴ്സുകളും ചെയ്യുന്നവരായിരിക്കും. അപ്പം പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ CA ഓർ ICWA ഓർ CMA US ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരിതൊരു മറ്റൊരു എളുപ്പ സാധ്യതയായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം IGNOU ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു ഡിഗ്രിയും കിട്ടും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സിലെ ആർട്ടിക്കൽഷിപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം ഈസി ആയിട്ട്. സോ അങ്ങനെ കുറച്ച് കൺസിഡറേഷനും ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നത്, റൈറ്റ്? സോ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ബേസിക് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഫെർദർ നിങ്ങൾ ഓരോരുത്തരും നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് ഫെർദർ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള വരികളായിരിക്കും ഇത്. ദ റോഡ് നോട്ട് ടേക്കൺ, റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രധാനപ്പെട്ട കവിതയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദ റോഡ് ഇറ്റ്സ് ബീൻ ഡൈവേഴ്സ്ഡ് ഇൻടു 2 places and I had chosen the place which has been less traveled by, അല്ലേ? വഴി എൻ്റെ മുമ്പിൽ രണ്ടായിട്ട് തിരിഞ്ഞു, ഞാൻ എൻ്റെ ചൂസ് ചെയ്തത് കൂടുതൽ ആൾക്കാരും പോകാത്ത വഴിയാണ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വരിയാണ്. ഇതേ കാറ്റഗറിയിലായിരിക്കും മിക്കവാറും IGNOയിൽ കോഴ്സ് എടുത്തിട്ടുള്ളവർ ചെയ്യുന്നത്. കാരണം ഞാനും IGNOയിൽ നിന്നൊരു MA ചെയ്യുന്നത്, ഞാൻ ഡയറക്റ്റ് ആയിട്ട് മാസ്റ്റേഴ്സ് റെഗുലർ ആയിട്ട് ചെയ്തതാണ്. അതിനുശേഷം MA എക്കണോമിക്സ് IGNOയിൽ നിന്ന് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തിരുന്നതാണ്. സോ അറ്റ് ദാറ്റ് ടൈം ഓൾസോ ഐ വാസ് വർക്കിംഗ് വിത്ത് ആൻ ICA. സോ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്താണ്, നമ്മുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന റെഗുലർ പാത്തിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സക്സസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കോമ്പറ്റീഷൻ ഈസ് ടു ഹൈ. സോ എഡ്യൂക്കേഷനിലായിക്കോട്ടെ, സ്കില്ലിലായിക്കോട്ടെ, കോമ്പറ്റീഷൻ ടു ഹൈ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പല സിറ്റുവേഷനിലും ഡീവിയേറ്റഡ് ആയിട്ട് റൂട്ട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ആ ഡീവിയേറ്റഡ് ആയിട്ട് എടുക്കുന്ന റൂട്ട് ആയിരിക്കും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ സക്സസിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ IGNOയിൽ ഐദർ ഡിഗ്രി ഓർ മാസ്റ്റേഴ്സ് ചെയ്യാൻ നിങ്ങളെടുത്ത ആ ഒരു തീരുമാനത്തെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതേ സിമിലർ കോഴ്സുകൾ ഞാനൊരു റെഗുലർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് ഫുൾ ടൈം കോഴ്സ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. സോ ഫുൾ ടൈം കോഴ്സ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി യെസ് ദേ ആർ ഗെറ്റിംഗ് സം ഫർദർ എക്സ്പോഷർ, ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. ബട്ട് ഹിയർ ഓൾസോ ദ കണ്ടന്റ് ഡെലിവറി ഇസ് വൺ ആൻഡ് ദ സെയിം. യു ആർ ഗെറ്റിംഗ് ദ സെയിം കണ്ടന്റ്, but apart from the exposure that you are getting in a regular institution. So ഇവിടെ നിങ്ങൾ IGNOയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് maybe exposure is less, but you are getting other time freedom. You will be able to work further or you will be able to do multiple course in between. So ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. സോ ഇദ്ദേഹത്തെ അറിയത്തില്ലാത്ത ആൾക്കാർ ആരും കാണില്ല, അല്ലേ? ഒബിയസ്ലി സ്റ്റീവ് ജോബ്സ്. സോ സ്റ്റീവ് ജോബ്സിന്റെ നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്പീച്ച് ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ തന്നെ അവർ ഇട്ടേക്കുന്ന ആ വീഡിയോയ്ക്ക് 4.4 കോടിയിലധികം ആൾക്കാർ അവരുടെ ഒഫീഷ്യൽ ചാനലിൽ കൂടെ തന്നെ കണ്ടിട്ടുണ്ട്. ഇനി മൾട്ടിപ്പിൾ യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ കൂടെ തന്നെ ഈ വീഡിയോ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. കാരണം അദ്ദേഹം സ്റ്റാൻഫോർഡിൽ ഡിഗ്രി ചെയ്യാൻ വേണ്ടി അദ്ദേഹം ജോയിൻ ചെയ്തു. പക്ഷേ അദ്ദേഹം അവിടുന്ന് സ്റ്റാൻഫോർഡ് നിങ്ങൾക്ക് അറിയാലോ, ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഒന്നാണ്. എമംഗ് ദ ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസ് വേൾഡിലെ എല്ലാ പ്രാവശ്യം QS റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. സോ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ബാച്ചിലേഴ്സ് ചെയ്യാനായിട്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഹി റിയലൈസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ഹിസ് കപ്പ് ഓഫ് ചോയ്സ് and he was went for the entrepreneurship. At the end of the day he was been successful there. സോ അദ്ദേഹം തന്നെ ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം കോൺവക്കേഷൻ വന്നിട്ട് കോൺവക്കേറ്റ് ചെയ്യുന്ന അന്നത്തെ ആൾക്കാരോട് പറഞ്ഞ പ്രധാനപ്പെട്ട സ്പീച്ചാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇതാണ്. സോ ഞാനൊരു ഡീവിയേറ്റഡ് പാത്ത് അഗൈൻ അവിടെ എടുത്തു. ഇത് എന്റെ ചോയ്സ് ഉള്ളത് ഞാൻ ഇനീഷ്യലി തന്നെ മനസ്സിലാക്കി. ദോ ഐ ഹാഡ് ജോയിൻ ഫോർ ദിസ് കോഴ്സ് ബട്ട് ഐ റിയലൈസ് ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. സോ എന്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ലെന്ന് ഇമ്മീഡിയറ്റ്ലി മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ അടുത്തൊരു ഓപ്ഷനിലേക്ക് മാറി. ആ ഒരു ഓപ്ഷനാണ്, സോ അഗെയിൻ വിത്ത് ലോട്ട്സ് ഓഫ് ഹാർഡ് വർക്ക് ഇറ്റ്സെൽഫ് ആൻഡ് വിത്ത് ലോട്ട്സ് ഓഫ് സ്ട്രഗിൾ,
സോ അദ്ദേഹത്തിന് ഒരു 10-15 വർഷത്തോളം ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഹാർഡ് വർക്കിന്റെ സ്ട്രഗിളിന്റെയും എൻഡ് ആയിട്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് വൺ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആപ്പിൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചത്. അത് ഐപാഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, ഇനി ആദ്യം കണ്ടിരുന്ന ബേസിക് ആയിട്ടുള്ള ഐപോഡിന്റെ മോഡൽ ആയിക്കോട്ടെ. സോ ഇതെല്ലാം അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് ബേസിക്കലി അദ്ദേഹത്തിന്റെ ഒരു വിഷനിൽ നിന്നായിരുന്നു. കാരണം എനിക്ക് ഡയറക്റ്റ്ലി ഈ കോഴ്സ് ചെയ്യല്ല എന്റെ ആഗ്രഹം, മറിച്ച് ഞാൻ എന്താണ്, എനിക്ക് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. സോ I had taken the time to move out from the better university and I had taken a decision. So that has made a better decision in his life. That better decision has made a deviating point in his life, and that has shown that people like me are knowing this person, right? അല്ലെങ്കിൽ നമ്മൾ ആരും സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞ ഒരാളെ അറിയില്ല. കാരണം സ്റ്റാൻഫോർഡിൽ നിന്ന് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇതിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കുണ്ട്, ഓരോ 10 വർഷം കഴിയുമ്പോഴും ഉണ്ട്. പക്ഷെ ഇവരെ ആരെയും മേ ബി 10 or 15 people will be known by the world. Apart from that, none of the others are being known by the world. സോ അപ്പോൾ ഡീവിയേറ്റഡ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. ഒരു പക്ഷേ നിങ്ങൾ ഡയറക്ട്ലി ഒരു ഡിഗ്രി കോഴ്സിൽ പോകാതെ ഈ ഒരു പ്രോഗ്രാം ഇവിടുന്ന് ബെറ്റർ ആയിട്ട് ചെയ്തിട്ട്, ഇതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഞാനത് ടുവേർഡ്സ് എൻഡിൽ പറയാം, ഇവിടുന്ന് മാത്രമല്ല മറിച്ച് ഇവിടുന്ന് കിട്ടുന്ന സാധ്യതകൾ പ്ലസ് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്കിൽ സെറ്റിനെ ഫ്യൂച്ചറിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഞാനൊരു 10-15 വർഷം അല്ലെ 10-12 വർഷം മുമ്പ് ഒരു ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അല്ല ഇന്നുള്ളത്, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തുള്ള സിറ്റുവേഷൻ അല്ല ഇന്നുള്ളത്. ഇന്ന് ആൾക്കാരുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് വൈഡ് ആണ്. മേ ബി ബെറ്റർ ടു ടേക്ക് എ പ്രൊഫഷണൽ കോഴ്സ് ആൻഡ് ഡൂയിങ് എ റെഗുലർ ഡിഗ്രി ലൈക്ക് ദിസ് ഇഗ്നോ. സോ ഹിയർ നിങ്ങൾ ഇതിനകത്ത് കൊമേഴ്സുകാരായത് തന്നെയാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് വീണ്ടും ഇവിടെ എടുത്തിട്ടേക്കുന്നത്. എല്ലാ എന്റർപ്രണേഴ്സും ബോൺ ആണോ മെയ്ഡ് ആണോ എന്നുള്ള argument still entrepreneurship world in നടക്കുന്നുണ്ട്. So there is a direct argument saying that they are born and they are made. So you will be also having the same question whether the entrepreneurs are born or made. അല്ലെ, അവർ ശരിക്കും ജനിക്കുമ്പോൾ എന്റർപ്രണേഴ്സ് ആയിട്ട് ജനിക്കുന്നവരാണോ അതോ ഇതൊരു കുറച്ച് സ്കിൽ സെറ്റ് ആണോ, നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന നമുക്കുള്ള സ്കിൽ സെറ്റ് ആണോ? സോ ദ ആൻസർ ഈസ് 2. കാരണം ബോൺ ആയിട്ടുള്ളവരും നല്ല എന്റർപ്രണേഴ്സ് ആകുന്നുണ്ട്. ബൈ ബർത്ത് ഇറ്റ്സെൽഫ് ദേ ആർ ബെറ്റർ എന്റർപ്രണേഴ്സ്. ഗുജറാത്തികളെ നോക്കുക, മാർവാടികളെ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലെബനോനിലുള്ള ക്രിസ്ത്യൻസിനെ നോക്കുക, പാകിസ്ഥാനിലുള്ള മേമൻ കമ്മ്യൂണിറ്റി നോക്കുക. സോ ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ദേ ആർ ഹാർഡ് കോർ ബിസിനസ് മാൻ. ഫ്രം ദെയർ ബർത്ത് ഇറ്റ്സെൽഫ് ദേ ആർ ഹാർഡ് കോർ ബിസിനസ് മാൻ. പക്ഷെ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ പോലും അതല്ലാത്ത ആൾക്കാരെ നിങ്ങൾക്ക് കാണാം അല്ലെ, ബൈ ട്രേഡിങ്ങിൽ കൂടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്റർപ്രണേഴ്സ്. നമ്മുടെ കേരളത്തിൽ നിന്ന് എക്സാമ്പിൾ എടുക്കുക, നിങ്ങൾക്ക് സൈലത്തിന്റെ അനന്തുവിനെ അറിയത്തില്ലാത്ത ആൾക്കാർ ഇന്നിപ്പം മെയിൻലി കാണില്ലായിരിക്കും. സോ അനന്തുവിന് ഹാർഡ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും 27 or 28 years ഓഫ് ഏജ് മാത്രമാണ് ഉള്ളത്. സോ ഈ സമയത്ത് തന്നെ ഇത്രയും വലിയൊരു കമ്പനി സെറ്റപ്പ് ചെയ്യാൻ പറ്റിയത് അദ്ദേഹത്തിന് വിഷയം കൊണ്ടാണ്. യെസ്, ഹീസ് പ്രൊഫഷണലി ട്രെയിൻഡ് ആസ് എ ഡോക്ടർ, ബട്ട് അലോങ് വിത്ത് ദാറ്റ് ഹി വാസ് ടേക്കൻ ദിസ് ഡീവിയേറ്റഡ് റൂട്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഹി വിൽ ബി നോൺ ബൈ അതേഴ്സ്. മെഡിക്കൽ ഡോക്ടർ ആകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 150 പ്ലസ് വെച്ചിട്ട് ഒരു 700-750ഓളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സീറ്റ് തന്നെ ഓരോ വർഷം കേരളത്തിൽ തന്നെ ഉണ്ട്. സോ അതിൽ നിന്ന് തന്നെ കിട്ടിയ ഒരാളാണ് അനന്തു, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ 750 പേരിൽ എത്ര പേരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം? മേ ബി നിങ്ങളുടെ ബന്ധത്തിലുള്ള ആരും ഉണ്ടെങ്കിൽ അറിയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ ഒരു ആളെ ഇവർ അറിയാൻ പോകുന്നില്ല അല്ലെ. പക്ഷെ ഇദ്ദേഹത്തെ അറിഞ്ഞത് കാരണം ഇദ്ദേഹം വീണ്ടും അവിടെ നിന്നുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഡീവിയേറ്റഡ് പാത്ത് എടുത്തു. സോ അതാണ് അതായത് സക്സസ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, ഇഷ്ടംപോലെ ഇദ്ദേഹത്തിന്റെ വീഡിയോസ് കിട്ടും, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ തന്നെ അടുത്ത കണ്ണൂർകാരൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ബൈജൂസ്. സോ ബൈജൂസിനെ കുറിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് ഒപ്പീനിയൻസ് ഉണ്ടാകും, പോസിറ്റീവ് ഒപ്പീനിയൻസ് ഉണ്ടാകും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഡയറക്റ്റ്ലി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ എന്റർപ്രണറിയൽ സ്കിൽ സെറ്റ് മാത്രമാണ്. സോ അദ്ദേഹം ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റർ ആയിരുന്നു. ഈസ് എ ഹാർഡ് കോർ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. സോ പുള്ളിക്ക് നല്ല സ്കിൽ ഉണ്ടായിരുന്നു മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ. സോ ആ സ്കില്ലിനെ അദ്ദേഹത്തിന് അറിയായിരുന്നു. വെറുതെ ഒരു കോളേജിൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല. യെസ്, ഹി ക്യാൻ ഡു ദ ബേസിക് ഏർണിംഗ്, ബട്ട് ഹി വിൽ നോട്ട് ബി ഏബിൾ ടു ബിക്കം ആൻ എന്റർപ്രണർ. സോ പുള്ളി അവിടെ എന്ത് ചെയ്തു, വീണ്ടും ഒരു ഡീവിയേറ്റഡ് പാത്ത് എടുത്തു. സോ അദ്ദേഹവും ഒരു സക്സസ് ആയി. Now they are going to little bit hardships, but he is having that acumen. So and you will be seeing that he is getting the funders to make sure that his business is coming to the boom front again, right? So അപ്പം ഇങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ അവിടെ നോക്കുക, ഇവരെല്ലാവരും എളുപ്പത്തിൽ വന്നവരല്ല. ഇവരാരും ഇവരുടെ കുടുംബത്തിലാരും ഡയറക്ട്ലി ബിസിനസ്സുകാരല്ലായിരുന്നു. മറിച്ച് ഇവരുടെ ഒരു സ്കിൽ സെറ്റ്, ഇവരുടെ ഒരു പാഷൻ ഇതുകൊണ്ടല്ല എന്തായതാണ്, ഇവരൊരു അടുത്ത ലെവലിലേക്ക് എത്തിയവരാണ്. ദേവ് ഗഡ്ബി നിങ്ങൾക്ക് അറിയായിരിക്കും. ചില ആൾക്കാർ നിങ്ങൾ ഈ ദേവ് ഗഡ്ബി എന്ന് പറഞ്ഞ ആളെ വെറുക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് വേഷം നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പരസ്യം വരുന്ന ഒരു പക്ഷേ ദേവ് ഗഡ്ബിയുടെ ആയിരിക്കും അല്ലെ. പാഷൻ എന്ന് പറഞ്ഞാൽ ദേവ് ഗഡ്ബിയുടെ വീഡിയോ ആയിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, അദ്ദേഹം സാധാരണ ഒരു മുംബൈയിലെ ഒരു ചെറിയ ഓഫീസിൽ നിന്നിട്ട് 10-35 വയസ്സ് വരെ അദ്ദേഹം ചെയ്തിരുന്നത് ആ ഓഫീസിൽ നോർമൽ വർക്കാണ്. സോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്,
7-8 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് ഹാർഡ്ലി 20-25,000 റുപ്പീസ് ആണ് മുംബൈയിൽ. സോ ആ പൈസ കൊണ്ട് അദ്ദേഹം എങ്ങനെ ഏൺ ചെയ്യും? സോ മീൻസ് ഏർണിംഗ്, ബേസിക് ഏർണിംഗ് മേ ബി ഹാവിംഗ്, ബട്ട് ഹൗ ഹി ക്യാൻ സസ്റ്റെയിൻ ഫർദർ. സോ അവിടെ നിന്നാണ് അദ്ദേഹം ഒരു ഡീവിയേറ്റഡ് പാത്ത് എടുത്തത്. അദ്ദേഹം ഒരു ബെറ്റർ ട്രെയിനർ ആയിട്ട് മാറി. സോ അദ്ദേഹം ഇന്നൊരു പാഷൻ പ്രൊണോർ എന്നുള്ളൊരു വലിയ മൂവ്മെന്റ് നടത്തി വലിയ സക്സസ്ഫുൾ ആളായിട്ട് മാറി. സന്തോഷ് ജോർജ് ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇദ്ദേഹവും വ്യത്യസ്തനായിട്ടുള്ള ആളല്ല. ഡീവിയേറ്റഡ് പാർട്സ് എടുത്തു. മേക്ക് ഷുവർ ദാറ്റ് നൗ ഇന്നത്തെ ഉള്ള ഓരോ യാത്രാ ചാനൽ നടത്തുന്ന പറയും ഓരോ യൂട്യൂബേഴ്സിനെയും മോട്ടിവേറ്റർ ആണ്. ഇനി യൂട്യൂബേഴ്സിനെ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെ മോട്ടിവേറ്റർ ആണ് സന്തോഷ് സാർ അല്ലേ. അപ്പൊ ഇവരെല്ലാം ഈ പാത്തിലേക്ക് എത്തിയത് ലിറ്റിൽ ബിറ്റ് ഡീവിയേറ്റഡ് പാത്ത് ദേ ഹാഡ് ചൂസൺ ആൻഡ് ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് ഇൻ ദെയർ ലൈഫ്. Now coming to our basic point of discussion, what all things we can do after our BCom program. നിങ്ങളിപ്പം BCom പ്രോഗ്രാം ഇഗ്നോയിൽ നിന്നാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇഗ്നോയിൽ നിന്നാണ് BCom പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ 2-3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. ആഫ്റ്റർ BComലുള്ള ഓപ്ഷനാണ് നിങ്ങൾ ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാം, ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, മോഡിഫൈ ആയിട്ട് വർക്ക് ചെയ്യാം. ആ ലാർജ് ലിസ്റ്റ് അവിടെ ഉണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം ഇത് ഒട്ടുമിക്ക കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ. ഇവിടെ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, സ്മാർട്ട് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യു ക്യാൻ ഈസിലി ഡു എ CMA US ഓർ CMA India. CMA ഇന്ത്യയോ CMA US നിങ്ങൾക്ക് ഇതിനോട് ചെയ്യാം. കാരണം നിങ്ങൾ BCom പഠിക്കുമ്പോൾ ഒട്ടുമിക്ക പേപ്പേഴ്സും ICWA പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. CMA ഇന്ത്യയുടെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ആ ഒരു കുറച്ചുകൂടി ഡെപ്തിൽ നിങ്ങൾ പഠിക്കണം. കുറച്ചുകൂടി ഡെപ്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നവരല്ലെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരല്ല, പക്ഷെ നിങ്ങൾ ഇഗ്നോയിൽ എന്ത് ചെയ്യുന്നു? BCom ചെയ്യുന്നവരാന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. You can do an ICWA program, or you can think about doing a CA program if you feel that it's a cup of your tea. Otherwise, it is having its own difficulties, so you can simply choose ICWA. Even ICWA choose ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇന്ന് കോസ്റ്റ് ഓഡിറ്റ് ഇസ് മാൻഡേറ്ററി. ആഫ്റ്റർ 2013 കമ്പനീസ് ആക്ടിന് ശേഷം കോസ്റ്റ് ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. സോ അതുകൊണ്ട് തന്നെ ബേസിക് കോസ്റ്റ് ഓഡിറ്റിംഗ് വർക്ക് നിങ്ങളുടെ കയ്യിൽ വരും. സോ ആ ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് ഓഡിറ്റിംഗ് വർക്ക് ചെയ്താൽ തന്നെ മര്യാദയ്ക്ക് അത് സ്കിൽഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ നമുക്ക് കേരളത്തിന് 50,000-60,000 രൂപ അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബട്ട് യു ഷുഡ് ബി എ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഫോർ ദാറ്റ്. സോ ആ കോസ്റ്റ് ഓഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ മുന്നിലൊരു ഓപ്ഷനാണ്. ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിക്കുക, അത് ചെയ്യാം. അല്ല എങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു രജിസ്ട്രേഷൻ എടുക്കുക. രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഇതിന്റെ തന്നെ ആ ബേസ് കണ്ടന്റ്സ് ചെയ്യുക. പ്രിപ്പറേറ്ററി മെറ്റീരിയൽസ് നോക്കുക. ലാർജ് സെറ്റ് ഓഫ് പ്രിപ്പറേറ്ററി മെറ്റീരിയൽസ് അവർ തന്നെ തരുന്നുണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ആ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 times or 5 times ഹയർ ആവുക. സോ ബേസിക്കലി നിങ്ങൾ BCom ഗ്രാജുവേറ്റ് ആയിട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി യുവർ ഓപ്ഷൻസ് മേ ബി വെരി ലിമിറ്റഡ്. Truly saying, your options may be very limited. Yes, you can directly go to the Info Park or Techno Park and you can find out job, or you can go to Cyber Park and you can find out the job. പക്ഷേ അവിടെ ഉള്ളതെന്ന് പറഞ്ഞപ്പം അവിടെ നിങ്ങൾ റെഗുലർ ബാച്ച് സ്റ്റുഡൻസിന് വരുന്ന കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. സോ അവിടെ ആൾക്കാർ കൂടുതലും വരുന്നത് ഒബ്വിയസ്ലി ഫ്രഷേഴ്സിനെ തന്നെയാണ് അവർ എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് റെഗുലർ ബാച്ചിൽ നിന്ന് ചെയ്തവരെയായിരിക്കും അവർ എടുക്കാൻ ശ്രമിക്കുന്നത്. സോ അവിടെ നമുക്ക് എങ്ങനെ എഡ്ജ് കിട്ടാം? കിട്ടാന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ CMA ഇന്ത്യ ചെയ്യാൻ നോക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 3 വർഷം പ്ലസ് 1 more year may be more than enough to clear that if you are working stronger for the same. ഇനി ഇതല്ലെങ്കിൽ ഇതിലും എളുപ്പമുള്ള കോഴ്സ് ഉണ്ട് CMA US. CMA US നിങ്ങൾക്ക് അറിയായിരിക്കും 2 പേപ്പർ മാത്രമേ ഉള്ളൂ, Part 1 and Part 2. സോ Part 1 is basically dealing with ഒരു പേപ്പർ ബേസിക്കലി ഡീൽ ചെയ്യുന്നത് അക്കൗണ്ട്സ് റിലേറ്റഡ് സബ്ജക്ട്സിന്റെ ഒരു എൻറ്റയർ ഡിസ്കഷൻ ആണ്. Part 2 ബേസിക്കലി ഡീൽസ് വിത്ത് യുവർ ഫൈനാൻസ് റിലേറ്റഡ് സബ്ജക്ട്സ്. ഇതെല്ലാം കൂടെ 2 പേപ്പറേ ഉള്ളൂ. അത് കമ്പയർഡ് ട്രൂലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് ഫാർ ഈസിയർ ദാൻ ഡൂയിങ് എ ഇന്ത്യൻ CMA. ഇന്ത്യൻ CMA ഇത്രയും പേപ്പർ എഴുതിയിരിക്കുന്ന ബുദ്ധിമുട്ടില്ല. ഇത് കുറച്ചുകൂടെ അനലിറ്റിക്കൽ ആണ്. You should get a better understanding of the subject, then you apply your knowledge. So ഇതിനും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ ബേസ് വീഡിയോസ് അവൈലബിൾ ആണ്. So after that you prepare for the same and there is a very high scope that you are going to clear the same. If you clear that, ultimately നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ വളരെ വൈഡ് ആണ്. കാരണം PwC, KPMG, Deloitte, EY, ഈ ബിഗ് 4 അല്ലാതെ, ഈ ബിഗ് 4നെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞേ ഉള്ളൂ. ബിഗ് 4 അല്ലാതെ തന്നെ നിങ്ങൾ കൊച്ചിയില് ചെല്ലുക, ഇൻഫോ പാർക്കിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിലോ ഓർ ഈവൻ സൈബർ പാർക്കിലോ എല്ലാം നിങ്ങൾ ചെല്ലുക. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആയിരിക്കും. റാദർ ദാൻ എ പോസ്റ്റ് ഗ്രാജുവേറ്റിന്, അതായത് റെഗുലർ കോളേജിൽ പഠിച്ച ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ആ ഓപ്ഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളത് ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CMA ഇന്ത്യ, ഞാൻ പറഞ്ഞല്ലോ CMA ഇന്ത്യ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് CMA US ചെയ്യാൻ. പക്ഷെ ഒരു ലിറ്റിൽ ബിറ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ വേണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിമുലേറ്റീവ് ട്രെയിനിങ് വേണം. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന കാര്യമാണ് ഈ CMA US എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് നിങ്ങൾക്ക് അവിടെ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും.
ഇനി നിങ്ങൾ നോക്കുക ആഫ്റ്റർ എം കോം കഴിഞ്ഞാൽ നിങ്ങൾ അത് ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എം.കോം കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു വലിയ ഓപ്ഷൻ അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ നിങ്ങളുടെ മുന്നിൽ അഡീഷണൽ ആയിട്ട് വരുമായിരിക്കും. അതല്ലാതെ ബൈ ഡൂയിങ് എ പ്രൊഫഷൻ ഐ ഡിഡന്റ് ഡിഫറൻഷിയേറ്റ് ബി.കോം വിത്ത് ദാറ്റ് ഓഫ് എൻ എം.കോം. സോ ഞാൻ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമുണ്ട്, ബേസിക്കലി എന്റെ സ്റ്റുഡൻസിനോടെല്ലാം പറയാനുള്ള കാര്യമുണ്ട്, നിങ്ങൾ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഡോണ്ട് ഗോ ഫോർ എം.കോം. ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഗിവ് യു എനി അഡീഷണൽ എഡ്ജ്. നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും അല്ല എങ്കിൽ നിങ്ങൾ ടീച്ചിങ്ങിന് പോകുന്നില്ല എങ്കിൽ വലിയൊരു എഡ്ജ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. So, consulting firms are rather they were looking for fresh bloods. So, when they were looking for the fresh blood, they will be looking at whether you had completed your B.Com and you are having your a professional qualification or not. So, professional qualification ഉണ്ട് നിങ്ങൾക്ക് B.Com ഉണ്ടെങ്കിൽ so M.Com will be a baseless choice. But എങ്ങനെയാണ് പക്ഷേ M.Com അഡ്വാൻറ്റേജ് കിട്ടുന്നത്? Yes, if you are ready to do your research further and if you want to do your PhD, yes, M.Com will be an option. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ടീച്ചിങ്ങിൽ പോകണം, ഇനിയിപ്പോൾ കോളേജിലേറ്റിലല്ലാതെ ഇപ്പം സ്കൂൾസിൽ പഠിപ്പിക്കാനാണെങ്കിൽ മാസ്റ്റേഴ്സ് ഇല്ലാതെ നിങ്ങൾക്ക് B.Edന് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അൾട്ടിമേറ്റ്ലി മാസ്റ്റേഴ്സ് ഇപ്പം വേണമല്ലോ. നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കാതിരിക്കാം, പക്ഷെ അതല്ലാതെ ഹയർ സെക്കൻഡറിയിലേക്ക് നിങ്ങൾക്ക് നോർമലി ഓപ്ഷൻ കിട്ടില്ലല്ലോ. ഇപ്പൊ ടെറ്റൊക്കെ എടുത്തിട്ട് DL.Ed ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LP UP പഠിപ്പിക്കാതിരിക്കാം, അതല്ലാതെ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഹൈസ്കൂളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ഓപ്ഷനും ഇല്ല കൊമേഴ്സുകാർക്ക്. സോ ഇപ്പൊ ആ ഒരു ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ M.Com ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. സോ അവിടെ നിങ്ങൾക്ക് നഷ്ടമില്ല, കാരണം യു ആർ സേവിങ് യുവർ 2 years. സോ അവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ഓപ്ഷൻ ആയിട്ട് ഇടുക. നിങ്ങളിപ്പം B.Com കഴിഞ്ഞിട്ട് മേ ബി B.Com റെഗുലർ ആയിട്ട് ചെയ്ത ഒരാൾ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ M.Com ചെയ്യുവാണെന്ന് വിചാരിക്കുക ഇഗ്നോയിൽ, ഈസി ആയിട്ട് നിങ്ങൾക്ക് M.Com പാസ്സാകാം. ആ സമയത്ത് നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കുക. നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പം റിസർച്ചിന് ഫണ്ടിങ് ഉണ്ട്. ഇപ്പം JRF കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടും. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല സെൻട്രൽ നിങ്ങളുടെ IITസിലോ IIMസിലോ കയറാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫണ്ടിങ് കിട്ടും, നിങ്ങൾക്ക് JRF ഇല്ലെങ്കിലും. അപ്പൊ ആ ഓപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിങ്ക് ചെയ്യാൻ പറ്റും, അത് ഫർദർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതല്ല, നിങ്ങളിപ്പം ഈ ഒരു M.Com കിട്ടിയ മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ CPA US കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? CPA US നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇനി പറ്റുമായിരിക്കും 4 years കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്ലസ് ഒരു അഡീഷണൽ ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. അതല്ല എങ്കിൽ നോർമലി നമ്മുടെ നാട്ടിലുള്ള ഡിഗ്രി പ്രോഗ്രാംസ് 3 year ആയതുകൊണ്ട് അൾട്ടിമേറ്റ്ലി CPA ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി എ മാസ്റ്റർ. സോ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരായിരിക്കണം. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. M.Com കഴിഞ്ഞു, നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ട്, 2 വർഷം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വേണം. നിങ്ങൾക്ക് ആ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി യു ക്യാൻ ഡു യുവർ CPA. CPA ഞാൻ എളുപ്പമെന്ന് പറയുന്നില്ല, CPA is more difficult among all these courses. പക്ഷേ ആ CPA നിങ്ങളൊരു 3 വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ വർക്കിംഗ് ആണല്ലോ. അപ്പൊ ആ കൂടെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ ചോയ്സ് എൻറ്റയർലി ഡീവിയേറ്റ് ചെയ്യുവാണ്. കാരണം നിങ്ങളുടെ CPA ചെയ്ത് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് EYയിലുള്ള ഇന്ത്യയിലെ ഓപ്ഷൻസ് തന്നെ വളരെ അധികമാണ്. സോ നിങ്ങൾ CMA ചെയ്തിട്ട് EYയിൽ കിട്ടുന്ന പോസ്റ്റ് ആയിരിക്കില്ല, CPA ചെയ്ത് കഴിഞ്ഞാൽ EYയിൽ കിട്ടുന്ന പോസ്റ്റ്. സോ ആ ഡിഫറൻസ് അവിടെയുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി ആഫ്റ്റർ BBA ഓർ MBA എന്നുള്ളൊരു പ്രോഗ്രാം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ B.Com ചെയ്താലും M.Com ചെയ്താലും എല്ലാ ഉള്ള ഓപ്ഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. റാദർ കേരളത്തിലേക്ക് വരുമ്പോൾ കുറച്ച് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമിനേഷൻ എഴുതി കേരള PSC ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. ആ സ്ട്രീം വൈസിലുള്ള ഡിഫറൻസ് ചോദിക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ B.Com ചെയ്തു M.Com ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. when you are entering into the professional world, they were looking for your skill sets. So ഈ പറയുന്ന നേരത്തെ കണ്ട അതേ ഓപ്ഷൻസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട്. അത് എംപ്ലോയേഴ്സിന് ഡിപ്പെൻഡന്റ് ആണ്. എംപ്ലോയേഴ്സ് എസ്പെഷ്യലി MBA എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഞാൻ ഇല്ലെന്നത് പറയുന്നില്ല. MBA ഡയറക്ട്ലി ചെയ്യുമ്പോൾ ആൾക്കാർ നോക്കുന്നത് വെദർ യു ഹാഡ് ഡൺ എ ഫുൾ ടൈം MBA ഓർ നോട്ട്. M.Com-ന്റെ പോലെ അല്ല. കാരണം ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഫാക്ട് ആണ്. സോ ഇവിടെ പ്രൊഫഷണൽ റിക്രൂട്ടേഴ്സ് ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ വെദർ യു ഹാഡ് ഡൺ an MBA. If you have done an MBA, have you done it from a top tier 1 college or top tier 2 college? നോർമൽ tier 1 or tier 2 കോളേജിൽ നിന്നാണെങ്കിലാണ് നിങ്ങൾക്ക് നോർമലി അതിന്റെ ഒരു ബെറ്റർ എഡ്ജ് കിട്ടാൻ. അതിന്റെ താഴേക്കുള്ള നോർമലി M.Com ചെയ്ത ആ രീതി തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. സോ ആ ഫാക്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോ ട്രേഡിങ്ങും ഇതിനെല്ലാം നമുക്ക് ഒരു ഡിഗ്രിയുടെ ആവശ്യമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ. അപ്പൊ നമുക്കൊരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ആ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അല്ല എങ്കിൽ ഈ പറയുന്ന ട്രേഡിങ്ങിനൊന്നും എന്തിന്റെ ആവശ്യമില്ല, ഈ ഒരു നോളജിന്റെ ആവശ്യമില്ല. ഇനി ഈ ഒരു നോളജ് കൊണ്ട് നമുക്ക് ട്രേഡിങ്ങിൽ ബെറ്റർ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ലെന്നാണ് എന്റെ ഉത്തരം. ബേസിക്കലി യു നീഡ് ടു സ്പെൻഡ് യുവർ ടൈം, യു നീഡ് ടു മേക്ക് ട്രയൽസ് ആൻഡ് എറേഴ്സ്. അവിടെ കുറച്ച് പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ കുറച്ച് ചെയ്താലേ നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആകത്തുള്ളൂ. അതിന് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അത് ഈ ഒരു കോഴ്സ് കൊണ്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് യു വിൽ ഗെറ്റ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം MBA ആയിക്കോട്ടെ അല്ലെങ്കിൽ M.Com ആയിക്കോട്ടെ,
CAPM എന്നൊരു പേപ്പർ ഉണ്ട്, സെക്യൂരിറ്റി ക്യാപിറ്റൽ അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി അനാലിസിസ് പറഞ്ഞായിരിക്കും പേപ്പർ ഉണ്ടാകുന്നത്. ഈ ഏതെങ്കിലും പേപ്പർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് എന്താണെന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് ബേസിൽ കിട്ടും. അത് വെച്ച് നിങ്ങൾ ട്രേഡിംഗ് സ്ട്രാറ്റജി തുടങ്ങാം. പക്ഷേ ആ ട്രേഡിംഗ് സക്സസ്ഫുൾ ആണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? യു ഹാവ് ടു സ്പെൻഡ് യുവർ ഓൺ ടൈം ആൻഡ് യു നീഡ് ടു സ്പെൻഡ് സം മണി ഓൾസോ. അതിനകത്തുനിന്ന് ചിലപ്പം കുറെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ട്രേഡിങ്ങിന്റെ ബേസിക് എന്താ തന്നെ പ്രോപ്പർലി ഇൻ പ്രാക്ടീസ് മനസ്സിലാകാനായിട്ട് പോകുന്നത്. സി ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഇതിനെ കൂടെ തന്നെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് മാത്രം. ഇപ്പോൾ നമ്മളൊരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ മുന്നിലുള്ള ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുക, നെറ്റ് JRF ക്വാളിഫൈ ചെയ്യുക. ഇപ്പം നെറ്റ് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട്. JRF ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഫണ്ടിങ്ങോടുകൂടി നമുക്ക് PhD ചെയ്യാം. നെറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, IITs ഉണ്ട്, NITs ഉണ്ട്. അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നെറ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ റിസർച്ച് പ്രപ്പോസൽ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ PhD ഫണ്ടിങ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അത് വൺ ഓഫ് ദ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്, അത് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം. സോ അതെല്ലാം നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആകുന്നത് നിങ്ങൾക്ക് ലോങ് ടേം എഡ്യൂക്കേഷനിലേക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലാണ്. അല്ലെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഡയറക്റ്റ്ലി വരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓപ്ഷൻ എന്താണ്? സോ MCOM ചെയ്തു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു BEd എടുക്കാം, അടുത്ത സ്കൂൾ ടീച്ചിങ്ങിന്റെ ഒരു ഹയർ സെക്കൻഡറി ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് നോക്കാം. ഇനി ഇതല്ല, BCom കഴിഞ്ഞാന്ന് വിചാരിക്കും. അപ്പം BCom നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. സോ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് അറിയാലോ IIMSലെ എൻട്രൻസ് സ്കോറിനും അല്ലെങ്കിൽ ടോപ്പ് ടയർ 1 ടയർ 2 MBA കോളേജിനെല്ലാം അവർ നോക്കുന്നത് CAT, GMAT അല്ലെങ്കിൽ ഇപ്പോൾ സാറ്റ് സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മാത്സ് കോഴ്സ് ആണ് അല്ലേ. അപ്പം ഈ ഒരു പ്രോപ്പർ സ്കോറിംഗ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ടോപ്പ് ടയർ കോളേജിൽ നിന്ന് MBA ചെയ്യുക. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തൊരു സക്സസ്ഫുൾ ജേർണിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ MBAനെ ഇവിടെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാത്തൊരു കാര്യം, യെസ് യു വിൽ ബി ഗെറ്റിംഗ് എ ഡിഗ്രി, ബട്ട് ആ ഒരു ഡിഗ്രി വെച്ചിട്ട് മാത്രം നിങ്ങളൊരു ബെറ്റർ ഹൈക്കാണ് നിങ്ങളൊരു ജോലി നോക്കുന്നതെങ്കിൽ യെസ് റിക്രൂട്ടേഴ്സ് ആർ നോട്ട് ready to pay for the MBA that you are taking on a distance mode. So അതൊരു ഫാക്റ്റ് ആണ്. കാരണം MBAയിൽ നമ്മൾ ഫിസിക്കലി ഉള്ള കുറെ അധികം ഇന്റേൺഷിപ്പുകളുണ്ട്, ഇമോഷൻ പ്രോഗ്രാംസ് ഉണ്ട്, അൾട്ടിമേറ്റ്ലി ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ട്, ലൈവ് പ്രൊജക്റ്റുകളുണ്ട്. അപ്പം ഇതിനെല്ലാമാണ് ടയർ 1 ടയർ 2 കോളേജിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ബാക്കി കണ്ടന്റ് പഠിക്കുന്നതെല്ലാം സെയിം തന്നെയാണ്. പിന്നെ കേസ് സ്റ്റഡി മെത്തഡോളജിയാണ് അൾട്ടിമേറ്റ്ലി ബിസിനസ് സ്കൂൾസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന്റെ ഒരു സെറ്റ് അഡ്വാൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അവിടെ പഠിച്ചാലേ ശരിക്കും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ മേജർ റിക്രൂട്ടേഴ്സ് എല്ലാം ഒരു മാനേജർ പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ MBA ഈ പറഞ്ഞ ഇഗ്നോയെന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും എന്താ പറയുക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എന്നുള്ളതിനെ ഡയറക്ട്ലി പ്രിഫർ ചെയ്യാത്തത്. ഇതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറണം. നമ്മൾ അതിനെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറണം. നിങ്ങൾ MBA എടുക്കുക, നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരത്തെ നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് കിട്ടിയല്ലോ, നിങ്ങൾ ആ CPA ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് CPA ചെയ്യണമെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് വേണം, അതിനുള്ള അഡ്വാൻറ്റേജ് ആയി. അല്ലെങ്കിൽ ഇപ്പോൾ CMA US ചെയ്യണം, സോറി ACCA പ്രോഗ്രാം ചെയ്യണമെന്ന് വിചാരിക്കുക. ACCA പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 പേപ്പറിന്റെ എക്സംഷൻ നോർമലി കിട്ടുമല്ലോ, അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഇല്ലെങ്കിൽ ഡിഗ്രി മാത്രമാണെങ്കിൽ 4 പേപ്പറിന്റെ അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. അപ്പം എങ്ങനെയാണെങ്കിലും ചെറിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് ഫർദർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. റൈറ്റ്. സോ ഇനിയിപ്പോൾ MBA സ്പെഷ്യലൈസേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാലോ ഇന്ന് നമ്പർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലിമിറ്റഡ് ടു ഫണ്ടമെന്റൽ ഏരിയാസ്, ഫൈനാൻസ്, HR, മാർക്കറ്റിംഗ്, അനലിറ്റിക്സ്. സോ ഈ 4 ഏരിയാസിലാണ് ഒതുങ്ങി നിന്നിരുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ആൻഡ് അനലിറ്റിക്സ് ഇങ്ങനെയാണ് ഒതുങ്ങി നിന്നത്. ഇന്ന് നമ്പർ ഗവൺമെന്റൽ അക്കൗണ്ടിങ് തുടങ്ങി ലീഡർഷിപ്പ്, ക്ലൈമറ്റ് ചേഞ്ച്, റീറ്റെയിൽ മാനേജ്മെന്റ്, അങ്ങനെ തുടങ്ങി നമ്പർ ഓഫ് സ്പെഷ്യലൈസേഷൻസ് ആണ് MBAയിലുള്ളത്. സോ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ഏതാണോ അത് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. CFA എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തിരുന്നില്ല. പക്ഷേ CFA കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. ബട്ട് if you are strong, that much strong enough with your mathematics and if you are strong with your accounting and finance, then you can think for your CFA. അപ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് പറയണം. അപ്പോൾ CFAക്കും ഇതേപോലത്തെ കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ബാച്ചിലേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് നോർമലി CFA സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CFA സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ either നിങ്ങൾ ഒരു MCOM ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു MBA ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ആ ടൈമിലാണ് നിങ്ങൾക്ക് CFA പോലത്തുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ CFAയും CPAയും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. അത് നിങ്ങൾ സ്ട്രോങ് ഇനഫ് നിങ്ങൾക്ക് ആ ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം മേ ബി ആ ടൈമിനനുസരിച്ചുള്ള വേർത്ത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ബട്ട് ഇന്ത്യൻ CMA ആൻഡ് CMA US വളരെ എളുപ്പമുള്ള കോഴ്സുകളാണ്. നിങ്ങൾ പ്രോപ്പർലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈവൻ ഇഗ്നോയിൽ പഠിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ലിറ്റിൽ ബിറ്റ് അനലിറ്റിക്കൽ ലെവൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം, കുറച്ചുകൂടെ പ്രാക്ടീസും കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാം. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നോർമലി ഒരു എൻട്രി ലെവൽ ജോബ് പോലെയല്ല നിങ്ങൾക്ക് കിട്ടുന്നത്.
കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു 50,000 60,000 വളരെ ഈസി ആയിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ കിട്ടും. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് പൊസിഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അവിടെ ആണല്ലോ ഒരു 4-5 വർഷം വർക്ക് ചെയ്യുക, സ്കില്ലപ്പ് ചെയ്യുക, അൾട്ടിമേറ്റ്ലി ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കുക. അപ്പം നിങ്ങളൊരു മിഡ് ലെവൽ പ്രൊഫഷനിലേക്ക് എത്തും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ കോഴ്സിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ടും സാധിക്കും. ഇതെല്ലാം കുറേ അധികം സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ്. അപ്പം ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ട് ആകുന്നതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഞാൻ അതിനെ ലിറ്റിൽ ബിറ്റ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല ഡയറക്റ്റ്ലി ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ട് ആകുമെന്ന്. സോ ഞാനും കുറേ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ അധികം പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ പൈസ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. സോ ബേസിക്കലി ഞാൻ നഷ്ടപ്പെടുത്തിയ പൈസയും കിട്ടിയ പൈസയും ഒക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ വലിയ ലാഭം ഉണ്ടായിട്ടില്ല, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ ചില ആൾക്കാരുടെ കേസിൽ കുറച്ചുകൂടെ ലക്ക് ഫാക്ടർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോണ്ട് ചിലപ്പോൾ അവർക്ക് പെട്ടെന്നായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ടാകാം. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കിൽ സെറ്റ് ആണ്. സ്കിൽ സെറ്റും ലിറ്റിൽ ബിറ്റ് ലക്ക് ഫാക്ടറും ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ നോക്കണം, കുറേ വർഷങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ പഠിച്ച സ്കിൽസ് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ആ ഒരു ഷാർപ്പ് പോയിന്റിൽ എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, അപ്പൊ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബെറ്റർ പ്ലെയർ ആകാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി അത് അഡ്വൈസ് ചെയ്യുന്ന കാര്യമല്ല, ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ബൈ ലിറ്റിൽ ഓഫ് യുവർ പെനീസ് ആൻഡ് ദെൻ സീ ഹൗ ഇറ്റ് ഇസ് വർക്ക്സ് ഔട്ട് ഓർ നോട്ട്. ഇഫ് ഇറ്റ് ഇസ് വർക്ക്സ് ഔട്ട് ദെൻ ഗോ അഹെഡ് വിത്ത് ദാറ്റ്. നൗ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്റെ പാർട്ടിയുള്ള ഡിസ്കഷൻ എൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം അപ്സ്കില്ലിംഗ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരു എംകോം വെച്ചിട്ട് ഇന്ന് എനിക്ക് ക്ലാസ്സിൽ പോയി എംകോം പഠിപ്പിക്കാൻ പറ്റില്ല. സോ അത് വെച്ചിട്ട് എനിക്കിന്ന് MBA ക്ലാസ് എടുക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ സ്റ്റുഡൻസ് ആർ ബെറ്റർ സ്റ്റുഡൻസ്, ഫാർ ബെറ്റർ സ്റ്റുഡൻസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാർ ബെറ്റർ സ്റ്റുഡൻസ് ആണ്. കാരണം ഒബ്വിയസ്ലി ഈ നെറ്റ് ന്യൂട്രാലിറ്റി വന്നതിന് ശേഷം അൾട്ടിമേറ്റ്ലി നോളജ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ തന്നെയാണ്. ഇല്ലെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല, നമ്മുടെ ഫിംഗർ ടിപ്പിലാണ്. നേരത്തെ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ടീച്ചേഴ്സിനോട് ചോദിക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ അതുപോലെ മെനക്കെട്ട് ലൈബ്രറി പോയി പുസ്തകം വായിച്ചാലേ എനിക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അൾട്ടിമേറ്റ്ലി ഇനി നിങ്ങൾ ഇതിനെ ആഡപ്പ് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ ഫ്രീ സെമിനാർസ് നടക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ കിട്ടും. പിന്നെ നിങ്ങൾ ലിറ്റിൽ ബിറ്റ് ടൈം കൂടെ നിങ്ങൾക്ക് ഓൺലൈൻ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്. സോ അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ബെറ്റർ അപ്സ്കില്ലിംഗ് സ്ട്രാറ്റജിയാണ് വേണ്ടത്. ഓരോ സമയത്ത് നിങ്ങളൊരു കോഴ്സ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, അപ്സ്കിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം ജതൻ ഷാ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ജതൻ ഷാ. സോ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെയും ഈ പറഞ്ഞ യൂട്യൂബിലെ വീഡിയോ ബോക്സ് ഒക്കെ അദ്ദേഹം ഒരുപാട് പരസ്യം കൊണ്ട് നടക്കുന്ന ആളായിരിക്കും. പക്ഷേ ഹീസ് മേക്കിംഗ് ക്രോർസ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം IIT പാസ് ഔട്ട് അല്ല, IIM പാസ് ഔട്ട് അല്ല, ബട്ട് ഹീസ് ലിറ്ററലി മേക്കിംഗ് ക്രോർസ്. സോ അദ്ദേഹം ക്രോർസ് ഉണ്ടാകുന്ന ഒരു കാര്യം അദ്ദേഹം ബെറ്റർ വേ എങ്ങനെ AI നമ്മുടെ ഒരു വർക്ക് പ്രൊഫൈലിൽ ആഡ് ചെയ്യണം. MS Excel ബേസിക് കാര്യങ്ങളേ ഉള്ളൂ. MS Excel, പവർ പോയിന്റ്, വേർഡ്, ഇതെല്ലാം എങ്ങനെ പ്രോപ്പറായിട്ട് AI ഉപയോഗിച്ച് ടൂൾസ് ഡിസൈൻ ചെയ്യണം. അതുവഴിയിട്ട് നിങ്ങളുടെ എങ്ങനെ വർക്കിന്റെ എഫിഷ്യൻസി 3 times 5 times 10 times ബെറ്റർ ആക്കാന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ എക്സാമ്പിൾ ആക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഇതുപോലെ പല ആൾക്കാരുണ്ട്, നിങ്ങളുടെ തന്നെ ഇൻബോക്സിൽ വരുന്ന പല ആൾക്കാരുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് അവരുടെ ഫ്രീ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇഫ് ഇറ്റ് വർത്ത്, യു ക്യാൻ തിങ്ക് അബൌട്ട് investing in their small courses. Don't go for their larger courses, just invest in their small course which has been hardly paying you 500 rupees, or even there are courses which has been giving you free. There are certain courses he is giving it for 99 rupees. So such kind of courses you can just take it out and see whether it is worth or not. Worth ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇന്നിപ്പോൾ കോളേജിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ AI യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി എന്റെ മെയിൽസിനൊന്നും ഞാൻ പ്രോപ്പർ ആയിട്ട് റിപ്ലൈ ഞാനായിട്ട് എഴുതാറില്ല. അൾട്ടിമേറ്റ്ലി AI കൊണ്ട് തന്നെയാണ് സംഭവം ചെയ്യിപ്പിക്കുന്നത്. കാരണം നമ്മുടെ മുന്നിൽ ടെക്നോളജി ഉണ്ടെങ്കിൽ നമ്മുടെ സമയം കൂടുതൽ വേസ്റ്റ് ചെയ്യുന്നുള്ളതാണ് എന്റെ ഐഡിയോളജി. അങ്ങനെ സമയം വേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഫൈനാൻഷ്യൽ റിട്ടേൺ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം അല്ലേ, നമുക്കതേ കാര്യമുള്ളൂ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. സോ അപ്പോൾ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു മെയിലിൽ അല്ലെങ്കിൽ ഒരു കോളേജിലാകുമ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ 5-6 മെയിലെങ്കിലും മിനിമം ഒരു ഹയർ ലെവലിൽ അതോറിറ്റിക്ക് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി തന്നെ എൻ്റെ ദിവസത്തിന്റെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ആ വഴി പോകുമായിരുന്നു. കാരണം ക്ലാസ് ടൈം കഴിഞ്ഞിട്ടുള്ള സമയം അങ്ങനെ പോകുമായിരുന്നു. ഇത് ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അൾട്ടിമേറ്റ്ലി കാര്യങ്ങൾ സിമ്പിൾ ആണ്. ലിറ്റിൽ ബിറ്റ് നിങ്ങളൊരു നോളജ് ഇന്റർഫറൻസ് അവിടെ ഉപയോഗിക്കണം കേട്ടോ. കംപ്ലീറ്റ്ലി AI ഏൽപ്പിക്കുകയല്ല. ChatGPT ഉപയോഗിക്കുക, അതല്ലാത്ത നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, ബാർഡ് ഉപയോഗിക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉപയോഗിക്കാം. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് കാര്യങ്ങൾ തോന്നിയേക്കാം. അപ്പൊ നിങ്ങളൊരു നോളജ് ഇന്റർവെൻഷൻ കൂടെ വേണം, അത് വെച്ച് നിങ്ങൾ സെൻഡ് ചെയ്യാം. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ഇതുപോലെ മൾട്ടിപ്പിൾ സ്കിൽ സെറ്റ്സ് ആണ് ഇന്നത്തെ എംപ്ലോയീസ് നോക്കുന്നത്. ബിക്കോം നിങ്ങളിപ്പം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോളേജിൽ നിന്ന് BCom പാസ്സാന്ന് വിചാരിക്കുക. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി കോഴിക്കോട് ദേവഗിരി കോളേജിന്റെ എക്സാമ്പിൾ എടുക്കുന്നു, കോട്ടയം CMS കോളേജിന്റെ എക്സാമ്പിൾ എടുക്കുന്നു, ട്രിവാൻഡ്രം മാറിവാനീസ് കോളേജിന്റെ എക്സാമ്പിൾ എടുക്കുന്നു. ഇത് കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് കോളേജുകളാണല്ലോ. ഇതുപോലെ ഒരുപാട് കോളേജ് ഉണ്ടാകും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം.
ഈ കോളേജിൽ നിന്നെല്ലാം ചെയ്തു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് സ്കിൽ സെറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ആരും എടുക്കാൻ പോകുന്നില്ല അല്ലേ? കാരണം നിങ്ങൾ ഇപ്പോൾ ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലോ സൈബർ പാർക്കിലോ ഒക്കെ ഇന്റർവ്യൂ ചെല്ലുമ്പോൾ ഏത് കമ്പനി ചെന്നാലും അവർക്ക് വേണ്ടത് നിങ്ങളുടെ സ്കിൽ സെറ്റ് ആണ്. നിങ്ങൾ പെട്ടെന്ന് വർക്ക് ചെയ്യുമെങ്കിൽ അവർക്ക് നിങ്ങളെ മതി. കാരണം അവർക്ക് നിങ്ങൾ എങ്ങനെ ചെയ്തെന്ന് അറിയണ്ട, നിങ്ങൾക്ക് അവർക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എംപ്ലോയേഴ്സ് ആർ റെഡി ടു അക്സെപ്റ്റ് യു. അപ്പോൾ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ എംപ്ലോയേഴ്സ് നിങ്ങളോട് ലീവ് ചെയ്യാൻ പറയും. സോ ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. അൺലെസ് ആൻഡ് അൺടിൽ യു ആർ ഗെറ്റിംഗ് എ സെക്യൂർഡ് ഗവൺമെന്റ് ജോബ്. സോ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്കിൽ സെറ്റ് അപ്ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങളുടെ കരിയറിൽ കൂടുതൽ സഹായിക്കുന്നത്. റൈറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ബേസിക് ഡിസ്കഷൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പേര് എല്ലാ ആശംസകളും. ഇഗ്നോയിൽ കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചത് നല്ലതിനായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനിയും ഞാൻ ഓപ്പൺ ആയിട്ട് സെഷൻ ഇട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാം ചോദിക്കാം. ആ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് എനിക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ഫർദർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സാർ സർട്ടിഫിക്കറ്റിൽ ഡിസ്റ്റന്റ് ആണോ റെഗുലർ ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമോ? എന്തോ സർട്ടിഫിക്കറ്റില് ഡിസ്റ്റന്റ് ആയിട്ടാണോ ചെയ്യുന്നത് റെഗുലർ ആയിട്ടാണോ ചെയ്യുന്നത് അറിയാൻ കഴിയും സർട്ടിഫിക്കറ്റിൽ? അത് പറ്റും. കാരണം ഒബ്വിയസ്ലി നിങ്ങൾ ഇഗ്നോ എന്നാണ് ചെയ്യുന്നതെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇഗ്നോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണല്ലോ. സോ അൾട്ടിമേറ്റ്ലി അപ്പൊ എല്ലാവർക്കും അറിയാം ഇഗ്നോ ഇസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി, റൈറ്റ്? സോ പ്രധാനമായിട്ട് ഇന്ത്യയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി തന്നെ ആക്ട് കൊണ്ടാണ് 1985 ഇഗ്നോ ആക്ട്. സോ അപ്പൊ അൾട്ടിമേറ്റ്ലി ഇഗ്നോ ഡിസ്റ്റന്റ് ആണെന്ന് എല്ലാവർക്കും ബൈ ഡിഫോൾട്ട് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ അവിടെ ഒരു ഡിസ്റ്റന്റ് ആണോ എന്ന് ഡയറക്ട്ലി ചോദിക്കുന്നതിൽ തന്നെ ഒരു അർത്ഥമില്ല. മേ ബി ഐ ഗോട്ട് യുവർ ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ ഇഫ് നിങ്ങൾ അണ്ണാമല യൂണിവേഴ്സിറ്റി എന്നാണ് ചെയ്യുന്നത് വിചാരിക്കുക. സോ അണ്ണാമല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി ആണ് ചെയ്യുന്നത് വിചാരിക്കുക, കാലിക്കറ്റ് എന്നാണ് ചെയ്യുന്നത് വിചാരിക്കുക. സോ ദേ ആർ റെഗുലർ യൂണിവേഴ്സിറ്റീസ്. സോ ദേ ആർ പ്രൊവൈഡിംഗ് റെഗുലർ യൂണിവേഴ്സിറ്റീസ് റെഗുലർ സർട്ടിഫിക്കറ്റ് ആസ് വെൽ ആസ് ദ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്. പക്ഷേ അങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ് തരുന്നതെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഓപ്പൺ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നോർമലി യൂണിവേഴ്സിറ്റീസ് എല്ലാം സർട്ടിഫിക്കറ്റ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇഗ്നോയിലാകുമ്പോൾ പിന്നെ അതിനകത്ത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ബൈ ഡിഫോൾട്ട് ഇഗ്നോയ്ക്ക് റെഗുലർ കോഴ്സ് ഇല്ല. സോ അതുകൊണ്ട് ഈവൻ നിങ്ങൾക്ക് അറിയാലോ ഇഗ്നോയുടെ BEd പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാം ഈ രീതിയിലാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് അറിയാം സെൻട്രൽ ഗവൺമെന്റ് ആക്ടുകൾ പാസ്സാക്കിയ കോഴ്സ് ആയതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് കംപ്ലീറ്റ് വാലിഡ് ഈവൻ ഫോർ യുവർ ഓൾ PSC എക്സാമിനേഷൻ, ഓൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ആൻഡ് ഫോർ ഓൾ ദ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ്സ്. BEd അത് തന്നെയാണ്. കാരണം BEdൽ മറ്റ് ചില യൂണിവേഴ്സിറ്റികളിൽ BEd ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. Unless and until you are getting a better clarity from that teacher education council. പക്ഷെ ആ പ്രശ്നവും ഇവിടെ ഇല്ല. ഇഗ്നോയിൽ നിന്നാണ് BEd ചെയ്യുന്നതെങ്കിൽ ഇല്ല. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഡിസ്റ്റൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഡിസ്റ്റൻസ് ഇറ്റ്സെൽഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പർട്ടിക്കുലർലി റിലേറ്റഡ് ടു നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കോഴ്സിനെ കുറിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടിൽ ഇപ്പോൾ ഒരുപാട് കോഴ്സസിനെ കുറിച്ചിട്ട് സാറ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ എന്ത് എങ്ങനെ എന്നൊക്കെയുള്ള ഡൗട്ട് ഉള്ളവരുണ്ടോ? സാറ് എൻ്റെ പേര് ജോസ്റ്റിനാണ്. സാറ് ഇപ്പോ നിലവിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന BBA പ്രോഗ്രാമിനാണ്. അപ്പം ഇപ്പൊ നമ്മുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ 35 നിൽക്കുന്നത്. BBA കഴിഞ്ഞ് വരുമ്പോഴത്തേനും 38 വരുമല്ലോ. അപ്പൊ നമ്മൾ അത് കുറച്ചുകൂടെ ഞാൻ ഒന്ന് ഇടപെടുവാണ്. കുറച്ചുകൂടി ഒന്ന് ലൗഡ് ആയിട്ട് പറയാമോ? എനിക്ക് ക്ലിയർ ആകുന്നില്ല. എന്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്ക് അറിയില്ല. കുറച്ചുകൂടി ഒന്ന് ലൗഡ് ആയിട്ട് സംസാരിക്കാമോ? ഇപ്പോ സാറിന് ഓഡിബിൾ ആവുന്നുണ്ടോ? ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. സാറ് നമ്മുടെ BBA എന്ന് പറയുമ്പോൾ 3 years കോഴ്സ്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏജ് എന്ന് പറയുന്നത് 38 വരും. അപ്പൊ നമ്മൾ പിന്നീട് ഒരു MBA എടുക്കുന്നതിനെക്കാട്ടിലും സാറ് നേരത്തെ വേറെ കുറച്ച് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് ആക്ച്വലി വർക്കിംഗ് ആയതുകൊണ്ട് ഒരു 11 years പ്ലസ് 3 years ഒരു 14 years എക്സ്പീരിയൻസ് വരും. NBFCയിലാണ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകാനായിട്ടോ ഇപ്പം സാറ് പറയുന്നുണ്ടല്ലോ മിഡ് ലെവൽ പ്രൊഫഷണൽ ലെവലിലേക്കൊക്കെ എത്തേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തും. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തില് നമുക്കൊരു MBAക്ക് പ്രിഫർ ചെയ്യുന്നതാണോ അതോ ഈ BBAയുടെ കൂടെ കുറച്ചുകൂടി വാല്യൂബിൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണോ നല്ലത്? എന്റെ പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ നിങ്ങൾ ഇതിനൂടെ CMA US ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കോഴ്സ് എന്ന് ഞാൻ പറയും. കാരണം അതിന് 2 കാര്യങ്ങളാണ് ഉള്ളത്. CMA US, ACCA, CMA India ഈ 3നെ ഏകദേശം ഒരേ ലെവലിൽ കൺസിഡർ ചെയ്യാം. പക്ഷെ ഓരോന്നിനും ഡിഫിക്കൽറ്റി ലെവലോട് നിങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ നോക്കുമ്പോൾ ACCA is more difficult. ആഫ്റ്റർ ദാറ്റ് CMA India വരും, പിന്നെ CMA US വരും. ഇതാണ് ഒരു നോർമൽ ഡിഫിക്കൽറ്റി ലെവൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടുകയും എന്നാൽ US ഒരു പ്രൊഫഷണൽ ഡിഗ്രി കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കേസാണ് CMA US എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ CMA US പ്രിഫർ ചെയ്യാനുള്ള കാര്യം. നിങ്ങൾക്ക് കരിയർ എൻഹാൻസ്മെന്റ് ഉണ്ടാകാണ്ട് ബെറ്റർ ആണ് CMA US ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇന്ത്യൻ CMA ചെയ്യാവുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇന്ത്യൻ CMA വരുമ്പോൾ പേപ്പേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. സോ അൾട്ടിമേറ്റ്ലി അറിയാലോ ഇന്ത്യൻ മോഡൽ ഓഫ് എക്സാമിനേഷൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു നല്ല
ടൈം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതായത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റിംഗിന്റെ പേപ്പർ, ഓഡിറ്റിംഗിന്റെ പേപ്പർ, ടാക്സേഷന്റെ പേപ്പർ, ലോയുടെ പേപ്പർ, ഇത്രയും പേപ്പറാണ് കുറച്ചുകൂടെ ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്നത്. ഈ പേപ്പേഴ്സ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുന്നത്, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ടൈം കൊടുക്കണം. അപ്പോൾ എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി CMA ACC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 പേപ്പർ എക്സംഷൻ ആണ് ഈ BBA കഴിഞ്ഞാൽ കിട്ടുന്നത്. ബാക്കി 9 പേപ്പർ നിങ്ങൾ എഴുതിയെടുക്കണം. പിന്നെ അത് ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലിയും കൂടിയാണ്. കാരണം UK ഡിഗ്രി ആണ്, ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലിയും കൂടിയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ എക്സ്പെൻസ് വൈസും ടൈം സ്പെൻഡിങ് വൈസും അത്ര വയബിൾ അല്ല. പക്ഷേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നുണ്ടെങ്കിൽ, ടൈമും കോസ്റ്റും സ്പെൻഡ് ചെയ്യാവുന്നുണ്ടെങ്കിൽ അത് നല്ല ഓപ്ഷനാണ്. ഇതിലെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് CMA US ചെയ്ത് കഴിഞ്ഞാൽ 2 പേപ്പർ മാത്രമേ ഉള്ളൂ. യെസ്, അവിടെ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം കേട്ടോ. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അക്കൗണ്ടിങ്ങിലും ഫൈനാൻസിലും ഉണ്ടായിരിക്കണം. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എക്സാം മോഡിൽ ഒരു 3 months വെച്ചിട്ട് ഓരോ പേപ്പർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി നിങ്ങൾക്ക് കോഴ്സ് പാസ്സാകാൻ പറ്റും. നിങ്ങൾ നല്ല സിമുലേറ്റീവ് ക്വസ്റ്റൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എഴുതണം. എഴുതി കഴിഞ്ഞാൽ സാധ്യതകളുണ്ട്. ഇതിന്റെ കരിയർ അഡ്വാൻസ്മെന്റിനും അത് വളരെ നല്ലതായിരിക്കും. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് കേട്ടോ. അപ്പം ഞാൻ ഡയറക്ട്ലി നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു BBA ചെയ്യുന്നു, നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കരിയർ അഡ്വാൻസ്മെന്റ് ആണല്ലോ നോക്കുന്നത്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതേ റിലേറ്റഡ് കോഴ്സാണ്, റാദർ ദാൻ ഗോയിങ് ഫോർ ഒരു MBA പ്രോഗ്രാം. ഓക്കെ, കാരണം ഞാൻ ഈ പറഞ്ഞ് കേട്ട് വെച്ചിട്ട് ഒരു 14 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ സൗണ്ടിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ 14 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു മിഡ് കരിയർ പ്രൊഫഷണൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇനിയിപ്പം അടുത്ത ഒരു അഡ്വാൻസ്മെന്റ് ആണ്. അപ്പം ആ ഒരു ലെവൽ നോക്കണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സുകളായിരിക്കും. അത് ഈസിയർ വേയിൽ ബ്രിഡ്ജ് ചെയ്യുക, അടുത്ത ലെവലിലേക്ക് പോവുക. ഇതായിരിക്കും കുറച്ചുകൂടെ വയബിൾ ആയിട്ടുള്ള ചോയ്സ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സാർ, ഒരു ഡൗട്ട് കൂടി ചോദിക്കുകയാണ്. ഈ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, HR, അങ്ങനെ പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവില്ല. അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യാത്ത കേസുകൾ വരുന്നത്, അതിനകത്തും നമുക്ക് എങ്ങനെയാ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക? BBA കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു നല്ല പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. MBA സ്പെഷ്യലൈസേഷൻ ആണോ ഉദ്ദേശിച്ചത്? MBA ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കണമെന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെയല്ല ഞാൻ സാർ ഉദ്ദേശിച്ചത്. ഇപ്പൊ CMA പോലെ തന്നെ അന്നത്തെ ആ ലിസ്റ്റിനകത്ത് വേറെ കോഴ്സസ് ഉണ്ടായിരുന്നല്ലോ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ളി വരാത്തത്. എല്ലാ CMA അല്ലെങ്കിൽ CFA ഒക്കെ പറയുമ്പോൾ ഫിനാൻഷ്യൽ ബേസിസിലാണ് വരുന്നത്. ബാക്കി എല്ലാ കോഴ്സുകളും അതിനകത്ത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് തന്നെയാണോ? അതെ, അതായത് നമ്മുടെ നോർമലി യെസ്, എനിക്ക് മനസ്സിലായി. അതായത് നോർമലി നമ്മുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കോഴ്സുകളെല്ലാം തന്നെ ഈ അക്കൗണ്ടിങ് ഫൈനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓരോ കൺട്രീസിലെയും അക്കൗണ്ടിങ് ബോഡീസ് ഉണ്ടാവും. ആ അക്കൗണ്ടിങ് ബോഡീസ് ആണ് അവരെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ICA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ പ്രൈമർ ഫേസി ബോഡി ഫോർ കണ്ടക്ടിങ് ദ ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഓഡിറ്റ് ആൻഡ് ഫോർ ദ ഫൈനലൈസേഷൻ ഓഫ് ദ ഓഡിറ്റ്. അപ്പം ഇന്ത്യയിലെ അക്കൗണ്ടിങ്ങിന്റെ എല്ലാം തന്നെ ഹെഡ് എന്ന് പറഞ്ഞാൽ ICA ആണ്. സോ 2 ICAs ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഉണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യക്ക് പ്രൊമിനൻസ് കിട്ടിയത് ഈവൻ 2013 ആക്ട് കൊണ്ടാണ് പ്രൊമിനൻസ് കിട്ടിയത് തന്നെ. സോ അത് പ്രകാരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യാനും അത് അറ്റസ്റ്റ് ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ്ലി എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാത് രാജ്യത്തെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രൊഫഷണൽ ബോഡികളായി മാറണം. അപ്പോൾ ആ ബോഡികൾക്ക് മാത്രമാണ് അതിന് റൈറ്റ് ഉള്ളത്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ICAക്ക് റൈറ്റ് വരുന്നത്. ACC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK, പിന്നെ UK ഫോളോ ചെയ്യുന്ന കുറെ അധികം കൺട്രികൾ. സോ ഇവർക്കാണ് ആ റൈറ്റ്സ് ഉള്ളത്. പിന്നെ CMA എന്ന് പറയുമ്പോഴത്തേക്ക് US കോസ്റ്റ് അക്കൗണ്ടിങ് ബോഡിയാണ് ആകുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ബോഡി ആണെന്നുണ്ടെങ്കിൽ CPA ചെയ്യണം. അത് ലിറ്റിൽ ബിറ്റ് ടഫറാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞു എടുത്തിട്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഇവിടെ ഈ സ്റ്റേജിൽ എലാബറേറ്റ് ചെയ്യാഞ്ഞത്. ഇപ്പോൾ നോക്കുക, നിങ്ങൾ കാനഡയിലാണെങ്കിൽ കനേഡിയൻ CPA ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയൻ CPA. സോ ഓരോ കൺട്രിക്കും അവരുടേതായിട്ടുള്ള പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡീസ് ഉണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ബോഡികളുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം തന്നെ ചെയ്യുന്നത്. അതല്ലാതെയുള്ളൊരു കോഴ്സ് CFA ആണ്, ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. അപ്പോൾ അവിടെയാണെങ്കിൽ അത് US-ന്റെ ആണ്. സോ അപ്പോൾ അത് ഫൈനാൻസിന്റെ ഒരു ടോപ്പ് ഹെഡ് അനലിസ്റ്റ് പോസ്റ്റിലേക്ക് പോകാണ്ടാണെങ്കിൽ നിങ്ങൾക്ക് CFA ഉപയോഗിക്കാം. ഇതല്ലാതെ നിങ്ങൾ നോക്കുക, ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇപ്പൊ HR ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ ഒരു സ്പെഷ്യലൈസേഷൻ, ഇതിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അൾട്ടിമേറ്റ്ലി ഇതുപോലത്തെ ഒരു ലാർജർ ബോഡി സെറ്റ് ഇല്ല. അതായത് ലാർജർ പ്രൊഫഷണൽ ബോഡി സെറ്റ് ഇല്ല. മറിച്ച് ഓരോരോ HR ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, HR അനലിറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അതിൻ്റെ അതും നിങ്ങൾക്ക് ഷോർട്ട് ടേം സ്കിൽ കോഴ്സുകൾ പഠിക്കാം. ഇപ്പം HR അനലിറ്റിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പൊ HR അനലിറ്റിക്സിന്റെ ഒരു ഷോർട്ട് ടേം കോഴ്സിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷന്റെ HR
ഒരു മിഡിൽ ലെവലിലേക്കൊക്കെ എൻട്രി ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾ പ്രോപ്പർലി HR-ലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് HR-ൽ എങ്കിൽ നോർമലി നല്ല കമ്പനികൾ ആരും നിങ്ങളൊരു HR-ന്റെ ഒരു മിഡിൽ ലെവൽ പ്രൊഫഷണൽ ആയിട്ട് എടുക്കില്ല. അപ്പൊ അത് അവിടുത്തെ ഒരു ലിമിറ്റേഷൻ ആണ്. ഇനിയിപ്പോൾ മാർക്കറ്റിംഗിലാണെങ്കിൽ സെയിം, ഇപ്പോഴത്തെ ഒരു വേണ്ടിയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അനലറ്റിക്സ്, അല്ലെങ്കിൽ റൂറൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മാർക്കറ്റിംഗ്, ഇതിനെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുണ്ട്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ റൂറൽ മാർക്കറ്റിംഗ് തന്നെ ഗുജറാത്തിലെ ഇർമയുണ്ട്. സോ ഇപ്പോൾ ഈ ഇർമയിലെ കോഴ്സുകളൊക്കെ മീൻസ് മേജർ കോഴ്സ് അല്ലാതെ അവിടെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, എന്റർപ്രണേഴ്സിന് വേണ്ടിയുള്ള കോഴ്സുകളുണ്ട്. ഇനിയിപ്പം എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അഹമ്മദാബാദിൽ തന്നെ, EDA എന്ന് പറയും. അപ്പൊ അവരുടെ ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏരിയയിൽ ബ്രിഡ്ജ് ചെയ്തിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഈ ഏരിയയിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സേ ഫോർ എക്സാമ്പിൾ HR-ലോ അനലറ്റിക്സിലോ എന്റർപ്രണർഷിപ്പിലോ ഒക്കെയാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏരിയ എങ്കിൽ, നിങ്ങൾക്ക് അവിടെ ചെയ്തിട്ട് ഒരു മിഡ് കരിയർ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലെ ഒരു മിഡിൽ ലെവൽ മാനേജർ ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനടുത്തൊരു ബാക്ക്ഗ്രൗണ്ട് പ്രധാനമാണ്. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എൻറ്റയർലി ഇപ്പോൾ ഒരു നോർമൽ ഓഫീസ് വർക്ക് ആണ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ഓഫീസ് വർക്കിൽ നിന്ന് നിങ്ങൾ മിഡിൽ ലെവൽ ഒരു HR മാനേജറിന്റെ ഒരു പോസ്റ്റാണ് നോക്കുന്നതെങ്കിൽ ദാറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. പക്ഷേ ഇപ്പോൾ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസിലാണെങ്കിൽ ആ ഒരു ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾ വൺസ് യു ആർ ക്വാളിഫൈഡ് ആസ് any of these chartered or cost accounting body members of any of these countries, prominent countries, you are going to get an ample opportunity. So അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. ഞാൻ ഒരു പരിധി വരെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യാം ആഡ് ഓപ്പ് ചെയ്യാനായിട്ട്. സർ, BBA കഴിഞ്ഞിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൽ എന്താണ് അഭിപ്രായം? കമ്പനി സെക്രട്ടറി കോഴ്സ് അതിന്റെ CSEET എക്സാം ചെയ്യുന്നതിന് ഓക്കെ. ഇപ്പോൾ കമ്പനി സെക്രട്ടറിയുടെ കോഴ്സ് ഞാനത് നമുക്കറിയാലോ, മെയിൻലി 3 മേജർ ബോഡീസ്, ചാർട്ടേഡ് ബോഡീസ് ആണ് ഇന്ത്യയിലുള്ളത്. 2 ICAയും 1 ICSI. പക്ഷെ ഞാൻ CS-നെ കുറിച്ച് കൂടുതലും പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ പേഴ്സണൽ ചോയ്സിൽ ഞാൻ വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നില്ല. CS ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഫ്രണ്ട് സർക്കിളുള്ള പലർക്കും ആണെങ്കിലും CS ചെയ്തിട്ട് ആ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഫൈലിൽ ജോബിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ലോയേഴ്സിന് ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. കാരണം അവർ മിക്കവാറും കോർപ്പറേറ്റ് ലോ ഫേംസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് CS-നും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, കോർപ്പറേറ്റ് ലോയർ ആണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ലോ ഫേം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഒരു ലോയർ അല്ലാത്ത ഒരാൾ നോർമലി ഒരു BCom ചെയ്തിട്ട് CS-നും ചെയ്യുമ്പോഴത്തേക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു CS-ന്റെ ആ ഒരു വലിയ പ്രൊമിനൻസ് പറയാഞ്ഞത്. കാരണം CS പാസ്സാകുക എളുപ്പമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇടണം, നല്ല രീതിയിൽ റീഡിങ് വേണം, നല്ല രീതിയിൽ അത് ബെറ്ററായിട്ട് ആൻസർ റൈറ്റ് ചെയ്യാനും പറ്റണം. അപ്പൊ അത്ര ഒരു എഫേർട്ട് കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും ഒരു റാഷണൽ, എപ്പോഴും കൊമേഴ്സുകാർ എപ്പോഴും റാഷണൽ ആയിട്ട് ചിന്തിക്കാറുള്ളല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള റാഷണൽ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണല്ലോ നോക്കുന്നത്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 10 രൂപയ്ക്ക് കൂടുതലുള്ള മൂല്യം കിട്ടുമെന്ന് വിചാരിക്കുന്നതാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ CS കോസ്റ്റ് ബെനിഫിറ്റ് നോക്കുമ്പോൾ ഒരു നോർമൽ കൊമേഴ്സ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബെറ്റർ ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. കാരണം അത് ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. CS-ന്റെ കോഴ്സ് നല്ലതല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഇന്ത്യയിലെ ചാർട്ടേഡ് ബോഡിയാണ്. ഒരു ചാർട്ടേഡ് ബോഡി കോഴ്സുകളും നല്ലതല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കണമല്ലോ ആ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കൂടി ഇട്ടിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു CMA US ചെയ്യുന്നതിനേക്കാൾ ഒരു 3 ഇരട്ടി എഫേർട്ട് ഇടണം ഈ CS പാസ്സാകാനായിട്ട്. നമ്മൾ സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഇത്രയും പേപ്പറുകൾ എഴുതിയെടുക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിട്ടേൺ എനിക്ക് വയബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ അഡ്വൈസ് ചെയ്യാറുള്ളത് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു ലോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ കോർപ്പറേറ്റ് ലോ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ക്ലയൻസിനെ കിട്ടും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഏർണിങ്സ് അതുവഴി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ മേ ബി നിങ്ങൾക്ക് ഈ CMA കൈൻഡ് ഓഫ് കോഴ്സസ് ഓർ ഇഫ് പോസിബിൾ CPA കൈൻഡ് ഓഫ് കോഴ്സ് വിൽ ബി ഈവൻ ബെറ്റർ. ഹലോ, കേൾക്കാലോ അല്ലെ? തോന്നുന്നു ഒരുവിധം ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മെന്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാം. മെന്റേഴ്സ് ത്രൂ സാറുമായിട്ട് നിങ്ങളുടെ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഇങ്ങനെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ നൽകിയതിന്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻഫർമേഷൻസ് ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിരുന്നു, ക്രിസ്പ് ആയിരുന്നു, അതുപോലെ തന്നെ ക്ലിയർ ആയിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് സാറിനും അതിന്
കുറിച്ച് കൂടുതൽ നോളജ് ഉള്ള റിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജ് ഉള്ള കാരണം തോന്നുന്നു അത് നല്ലപോലെ തന്നെ കൺവേ ചെയ്യാനായിട്ട് സാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ സെഷനിൽ നിന്ന് സെഷന്റെ എന്താണോ ഉദ്ദേശിച്ചത് അത് മെയിൻ ആയിട്ട് നിങ്ങളിലേക്കും എത്തിയെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ മെന്റേഴ്സ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. മെന്റേഴ്സ് ത്രൂ നമ്മൾ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ വഴിയും, അല്ലെങ്കിൽ സാറുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഞങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നൽകുന്നതാണ്. അപ്പോൾ വൺസ് അഗെയിൻ ഞങ്ങൾ ലേണേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇവിടെ വന്നിട്ടുള്ള ലേണേഴ്സിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ മെന്റേഴ്സിന്റെ ഭാഗത്തു നിന്നും സാറിന് ഒരുപാട് താങ്ക് യു. ഇനിയുള്ള സെഷൻസിൽ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ വൺസ് അഗെയിൻ. ഓക്കെ അപ്പോൾ നമ്മളെല്ലാ സെഷനിലും പറയുന്ന പോലെ തന്നെ ഓരോ സെഷനും കഴിയുമ്പോൾ നമ്മൾ ഓരോ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് നൽകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ടേക്ക് എനി വൺ ഒക്യുപ്പേഷൻ ഓർ ഫീൽഡ് ദാറ്റ് വി ടോക്ഡ് അബൌട്ട് ഇൻ ദ സെഷൻ. ഈ സെഷനിൽ സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ജോലിയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീൽഡിനെ കുറിച്ചിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ് എന്താണെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക. നിങ്ങൾ മെന്റേഴ്സ് ത്രൂ നിങ്ങളത് എഴുതിയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ മെന്റേഴ്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സെലക്ട് എനി വൺ ഒക്യുപ്പേഷൻ വിച്ച് ലുക്ക് ഇൻട്രസ്റ്റിംഗ് ടു യു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു CAയോ CFAയോ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. മേക്കിംഗ് എ ലിസ്റ്റ് ഓഫ് യുവർ ഡൗട്ട്സ് റിലേറ്റഡ് ടു ദിസ് ഫീൽഡ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഏരിയയിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് ആ ഡൗട്ട്സും കൂടി നിങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം അതിനെക്കുറിച്ചുള്ള ആ ഇൻഫർമേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് കൂടുതൽ കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണം. ഇന്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ടിനൊരു സൊല്യൂഷൻ നമുക്കൊരു മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫീൽഡ് ചൂസ് ചെയ്തിട്ട് ആ ഫീൽഡിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള സെഷൻസിൽ നമ്മുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ വൺസ് അഗെയിൻ ഐ എം താങ്കിങ് എവ്രി വൺ. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു പറയുന്നു. ഈ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ളതല്ല. അത് നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ടും കൂടി നിങ്ങളൊരു മുതൽക്കൂട്ടായിട്ട് എടുക്കണം. നിങ്ങളൊരു ഇനിയുള്ള ലക്ഷ്യങ്ങൾ കൂടുതൽ ക്ലിയർ ആക്കാനാണെങ്കിൽ കൂടുതൽ അതിലോട്ടുള്ള സക്സസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ മനസ്സിലോട്ടും എടുക്കുന്ന ഞാൻ കരുതാണ്. താങ്ക് യു എവ്രിവൺ.